ഹലോ കുട്ടികളെ, ഞാൻ കുറച്ച് വസ്ത്രം ഡൊണേറ്റ് ചെയ്യാൻ പോവുകയാണ്. ദാനം വിപത്തിനെ തടയുമെന്നൊരു ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്, വസ്ത്രം ആവശ്യമായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവർക്ക് നമുക്ക് നമ്മളാലാവുന്ന സഹായം, വസ്ത്രം ആയാലും ആഹാരത്തിനുള്ള വകയായാലും കൊടുക്കണമെന്നുള്ള വലിയൊരു മനസ്സുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ഈ വസ്ത്രം ഇതുപോലെ കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷെ അത് വീട്ടിൽ വന്ന് എല്ലാവരും കൊണ്ടുപോകുമായിരുന്നു. പക്ഷെ അത് അർഹതപ്പെട്ടവിടെ അല്ല എത്തിച്ചേർന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒരു വീഡിയോ കണ്ടിട്ടാണ് നമുക്ക് അത്രയും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതെല്ലാം റീസൈക്കിൾ ചെയ്ത് കമ്പോളങ്ങളിൽ എത്തിച്ചേരുകയും ഒരു വിൽപ്പന കമ്പോളമായിട്ട് മാറുകയൊക്കെയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് അന്വേഷിച്ചു, എങ്ങനെയാണ് നിങ്ങൾ, അപ്പം പറഞ്ഞു അവരൊന്നും വന്ന് വാങ്ങില്ല, നിങ്ങൾ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എടുത്തോളൂ എന്ന്. അപ്പം നമ്മൾ വൃത്തിയാക്കിയുള്ള വസ്ത്രങ്ങളെല്ലാം കൊണ്ടുകൊടുത്ത് കുറച്ച് പൈസയും കൂടെ, 10 ദിവസത്തേക്കാണെങ്കിൽ ഭക്ഷണമൊത്തും കഴിക്കാനുള്ള വക നമുക്ക് കൊടുക്കണമെന്നുള്ള വലിയൊരു മനസ്സുണ്ട്. അതും നമ്മൾ കൊണ്ടെത്തിക്കുക. എന്നാൽ നിങ്ങൾ തിരിച്ച് ചോദിക്കുമായിരിക്കാം, എന്താണ് ഇങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ വലം കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടം കൈ അറിയരുതെന്ന്. പക്ഷെ അതൊന്നുമല്ല, അതിൻ്റെ പിന്നിലത്തെ ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതായത് ഞാനിപ്പം കൊടുക്കുന്നത് കണ്ട് മറ്റാരെങ്കിലും മറന്നു പോയിട്ടുണ്ടോ, അതോ അർഹതപ്പെട്ടവരിലാണോ അത് എത്തിച്ചേരുന്നത്? അത് അർഹതപ്പെട്ടവർ തന്നെ എത്തിച്ചേരണം. പിന്നെ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒരാൾക്കെങ്കിലും ഇത് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് വലിയ കാര്യമാണ്. വലിച്ചക്കാരായിട്ടുള്ള ധാരാളം പേരുണ്ട്. വസ്ത്രത്തിന് പകരം ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ധാരാളം പേരുണ്ട്. അവർക്ക് നമുക്ക് കൊടുക്കാമല്ലോ. ഈ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വന്നിരുന്നാൽ അത്രയും വലിയൊരു സഹായമായി എന്ന് ചിന്തി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തയ്യാറായത്. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണല്ലോ. സമൂഹത്തിന് വേണ്ടി നമ്മളാലാവുന്ന എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കണമല്ലോ. ഇതിനും വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു വലിയ മനസ്സുണ്ട്. പക്ഷേ അടുത്ത വർഷം ഇതിലും നല്ല രീതിയിൽ ചെയ്യണമെന്നും കൊടുക്കണമെന്നും ഒക്കെ വളരെ വലിയ മനസ്സുണ്ട്. അങ്ങനെ ദൈവം അനുഗ്രഹിക്കും. ഉള്ളവന് കൊടുക്കപ്പെടുകയും ഇല്ലാത്തവന് എടുക്കപ്പെടുകയും എന്നൊരു വചനം നമ്മളെപ്പോഴും ഓർക്കണം. എപ്പോഴും നമുക്ക് ഈ കാര്യത്തിലൊക്കെ നന്ദിയുണ്ട്. ശരിക്കും കോളേജിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർക്കൊക്കെ തന്നെ വസ്ത്രം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എങ്ങനെയായാലും അത് അവരിൽ എത്തിക്കും. പിന്നെ അതുപോലെ അത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ആവശ്യമുള്ളവർ നമ്മളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളാലാവുന്ന സഹായം ചെയ്യാൻ എപ്പോഴും നല്ല മനസ്സുള്ളവരാണ്. എന്നെക്കൊണ്ടാവുന്ന പോലെ വസ്ത്രങ്ങളൊക്കെ തന്നെ ആവശ്യക്കാർക്ക് കൊടുക്കാനുള്ള വലിയൊരു മനസ്സെനിക്കുണ്ട്. അറിയിച്ചാൽ തീർച്ചയായിട്ടും ഒരു കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനത് വേണ്ടുന്ന പോലെ തന്നെ ചെയ്യാം. നിങ്ങൾ ഷെയർ ചെയ്യണം. ഇതുപോലെ ആവശ്യക്കാരിലേക്ക് എത്തിച്ചേരുകയും വേണം നമ്മുടെ ഈ അഭിപ്രായങ്ങളൊക്കെ. ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ കണ്ടിട്ട് ഒരാൾക്കെങ്കിലും ഞാൻ ഈ ചെയ്യുന്ന പാതയിലൂടെ മുന്നോട്ട് പോകാൻ കഴിയണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.